രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഏതൻ തോട്ടത്തിലായാലും അറസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള പോലീസാണ് കേരളത്തിലേത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഫഹദ് ഫാസിൽ ആണ് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഈ സൈക്കോ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിന് പകരമായി രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയാൽ അഭിനയിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ട് അയാൾ മാറിയിരിക്കുകയാണ്. അത്ര ക്രിമിനലാണ്. അത്ര ക്രിമിനൽ അഭിനയിക്കുകയല്ല, ജീവിതത്തിൽ പകർത്തി കാണിക്കാൻ അദ്ദേഹത്തിന് പറ്റും. ഫഹദ് അഭിനയിച്ച് കാണിക്കുകയാണ്. ഇയാൾക്ക് അങ്ങനെയല്ല, അങ്ങനെ ഇൻബോൺ ക്രിമിനലാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എടോ വിജയ അല്ലെങ്കിൽ എടാ വിജയ എന്ന് വിളിച്ചത്. ശ്രീ ഗോപികൃഷ്ണൻ, ഞങ്ങളൊക്കെ ശ്രീ കെ കരുണാകരനെ വിമർശിച്ചിട്ടുണ്ട്, ശ്രീ എ കെ ആന്റണിയെ വിമർശിച്ചിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീ സതീശനെയും രമേശ് ചെന്നിത്തലയൊക്കെ വിമർശിക്കുന്നു. തിരിച്ചുണ്ടാകാം. ഞങ്ങൾ ഇന്ന് വരെ എടോ രമേശ് ചെന്നിത്തലെ, എടോ കെ കരുണാകര, എടാ കെ കരുണാകര എന്ന് വിളിച്ചിട്ടുണ്ടോ? അതാ നിന്റെ വിഷമം. സസ്പെൻഷൻ നടത്തിയ ഒരാളെങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കാം. ശ്രീ ഗോപികൃഷ്ണനെ നാളെ ഈ ചാനലിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ അങ്ങ് ഇവിടെ വന്നിരുന്ന് വാർത്ത അവതരിപ്പിക്കൂ, അങ്ങ് ഇവിടുന്ന് ഡിബേറ്റ് സംഘടിപ്പിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഗോപൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. ഒരു വ്യക്തിയെ വേറൊരാളെ എടോന്നോ എടാന്നൊക്കെ വിളിക്കുന്ന അവരവരുടെ ഒരു സ്വഭാവവും ശൈലിയൊക്കെ അനുസരിച്ചിട്ടാണ്. അത് പറഞ്ഞു കൊടുത്ത് വിളിപ്പിക്കുന്നതല്ലോ. ഇപ്പൊ ശ്രീ പിണറായി വിജയൻ മാതൃഭൂമി പത്രാധിപരായിരുന്ന കെ ഗോപാലകൃഷ്ണനെ എടോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചില്ലേ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഒരു പത്രാധിപരെ എടോ ഗോപാലകൃഷ്ണനോ എടോ മാമൻ മാത്യുന്നോ വിളിച്ചു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അതല്ല ഉദ്ദേശം. ഇവിടെ ചില ബിഷപ്പുമാരുണ്ട് നികൃഷ്ടജീവി എന്ന് പറഞ്ഞില്ലേ? അതെന്താ, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ? അത് അവരുടെ ശൈലിയായിരിക്കും. ഇവിടെ തൃശ്ശൂർ ബിഷപ്പായിരുന്ന ആൻഡ്രൂസ് താഴത്തിനോട് താഴത്തായാലും കൊള്ളാം മേലത്തായാലും കൊള്ളാം എന്ന് പറഞ്ഞത് ആരാ? അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പൊ എടോ വിളി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അങ്ങോട്ട് ഞങ്ങളാണ് കേമന്മാരെന്നൊന്നും പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.